ഇവരെന്താണ് അറിയോ? എന്താണ് ലഹരി വിരുദ്ധ ദിനം? ഓക്കെ, വെരി ഗുഡ്. എന്താണ് ലഹരി എന്നറിയോ? എന്താണ്? കേട്ടില്ല. ഓക്കെ, സിഗരറ്റ്, ബീഡി, പിന്നെ പേരുകൾ വരുന്നുണ്ട്. പിന്നെ ഹാൻസ്, പിന്നെ MDMA. വെരി ഗുഡ്. ആരാ പറഞ്ഞത്? ഓക്കെ, വെരി ഗുഡ്. കഴിയുള്ളൂ. ഇപ്പോ 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും അല്ലേ? ഓക്കെ, അതിന് താഴേക്കുള്ളതാണുള്ളത്. 10ാം ക്ലാസ് ഉണ്ട്. ഓക്കെ, എന്റെ ചോദ്യം ഇതാണ്, ഇത്ര ചെറുപ്രായത്തിൽ ഇവിടെ നിങ്ങൾ പറഞ്ഞു കേട്ടു, MDMA പറ്റി പറഞ്ഞു കേട്ടു, ഓടിനെ പറ്റി പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? പേപ്പറിൽ അല്ലെങ്കിൽ TV-യിൽ കേട്ട് പരിചയം? ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? MDMA കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് കാണാൻ അനുവദിക്കണം. നിങ്ങൾക്കും കാണാൻ ആഗ്രഹമുണ്ട്. ആരും കണ്ടിട്ടില്ല? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പല ആളുകളും പറഞ്ഞു, പല പേരുകൾ നമ്മൾ പറഞ്ഞു. സാധാരണ നമ്മൾ പോയി കഴിഞ്ഞാൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അല്ലെങ്കിൽ ലഹരി വിരുദ്ധ ക്ലാസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ ബാനറിൽ കാണാൻ പറ്റും. എന്താണെന്നറിയോ? നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ മദ്യം അല്ലെങ്കിൽ ഒരു സിറിഞ്ച്, അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ ലഹരി വിരുദ്ധത്തിന്റെ ഒരു പോസ്റ്ററിൽ സ്വാഭാവികമായിട്ട് കാണുന്ന കാര്യങ്ങൾ, അല്ലേ? നിങ്ങൾ കാണാറില്ലേ ഈ ലഹരി വിരുദ്ധ പോസ്റ്ററുകൾ തയ്യാറാക്കാൻ പറയുമ്പോൾ? നിങ്ങൾ കാണില്ലേ? ഒന്നെങ്കിൽ ഒരു തലയോട്ടി ഉണ്ടാവും, ഒരു സിറിഞ്ച് ഉണ്ടാവും, ഒരു മദ്യക്കുപ്പി ഉണ്ടാവും, ഒരു സിഗരറ്റ് ഉണ്ടാവും, അല്ലേ? ഇതൊക്കെ സാധാരണ കാണാറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് ലഹരി, എന്തൊക്കെയാണ് ഉപയോഗിക്കുന്ന സാധനങ്ങളുണ്ട്. ഇവിടുന്ന് ചോദിച്ചാൽ ആരും പറയില്ല. ആരെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും ഇല്ല എന്ന് പറയൂ, അല്ലേ? ആരും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും നല്ല കുട്ടികളാണെന്ന് എനിക്കറിയാം. പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ സ്റ്റേഷനിൽ കുറെ കേസുകൾ എടുക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളൊരു 2015 മുമ്പോട്ടേക്കുള്ള പേപ്പറുകൾ അല്ലെങ്കിൽ ന്യൂസുകളൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ മദ്യം കടത്തിക്കൊണ്ടുവരുന്നത് പിടിച്ചു, അല്ലെങ്കിൽ അങ്ങനത്തെ, അല്ലെങ്കിൽ ചെറിയ കഞ്ചാവ് ഉപയോഗിച്ചു, ഇങ്ങനത്തെ ചെറിയ ചെറിയ ന്യൂസുകളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ പേപ്പറുകൾ നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ കാണാൻ പറ്റും? കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു, അല്ലേ? ഒരുപാട് കിലോ കണക്കിനുള്ള കഞ്ചാവ് പിടിച്ചു. ഈ ലഹരിമരുന്നിന്റെ പേരുകൾ ഞാൻ അധികം പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ കൂടുതൽ ആക്കണ്ടെന്ന് വിചാരിച്ചതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ നമുക്ക് പേപ്പറിലൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ കൂടി കൂടി വരുന്നത്? ദിവസം നിങ്ങൾ ഒരു പേപ്പറിൽ, ഒരു ദിവസത്തെ പേപ്പറിൽ ചുരുങ്ങിയത് ഒരു 2 ന്യൂസെങ്കിലും ലഹരിമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയതാണ്. അല്ലെങ്കിൽ പല ചെറുപ്പക്കാരും ഇതിലേക്ക് എത്തിപ്പെട്ടത് ഇതിനെ പറ്റിയുള്ള ഒരു ധാരണയില്ലാതെ. പല ആളുകളും ഇപ്പൊ എവിടെയാണുള്ളതെന്ന് അറിയോ? ലഹരി മരുന്ന് ഉപയോഗിച്ച് തുടങ്ങിയ പല ആളുകളും ഇപ്പൊ എവിടെയാണുള്ളതെന്ന് അറിയോ? കുറച്ച് പേര് ചെയ്യുന്നുണ്ട്, കറക്റ്റാണ്. ബാക്കിയുള്ള ആളുകൾ എവിടെ? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പോലെ മെന്റൽ ഹോസ്പിറ്റലാണുള്ളത്. മെന്റൽ ഹോസ്പിറ്റലാണ് പല ആളുകളും ഉള്ളത്. ഈ അഡിക്ഷൻ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പല ആളുകളും മെന്റൽ ഹോസ്പിറ്റലുണ്ട്. നമ്മൾ തന്നെ ഒരുപാട് ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. ജീവിതം തന്നെ പോയി. നിങ്ങൾക്ക് തമാശയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലുള്ള ആളാവാൻ എനിക്കാണ് ധൈര്യം, ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്ന ആ ഒരു നിമിഷം മതി നിങ്ങളുടെ ജീവിതം എന്നേക്കുമായിട്ട് നഷ്ടപ്പെടാം. കാരണം പല ആളുകളും പറഞ്ഞതാണ്, ഞാൻ ഒറ്റ തവണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, പിന്നീട് എനിക്കിത് നിർത്താൻ പറ്റിയിട്ടില്ല. ഇപ്പൊ നമ്മള് കണ്ടില്ലേ, ഞാൻ പറയാം, അവിടെ ഡി അഡിക്ഷൻ സെന്റർ, നമ്മളെ ലിമിറ്റി എന്നൊരു സർക്കാരിന്റെ പ്രോജക്ട് ഉണ്ട്. നമ്മളെ ബീച്ച് ഹോസ്പിറ്റലിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട് ഡി അഡിക്ഷൻ സെന്റർ. നിങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന്